നമുക്കിനി എന്താണ് മൾട്ടിമീഡിയ നോക്കാം. വാട്ട് ഈസ് മൾട്ടിമീഡിയ? മൾട്ടിമീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി ഡിഫറെൻറ്റ് ഫോർമാറ്റ് പറയുന്നതാണ് മൾട്ടിമീഡിയ. ഇറ്റ് ക്യാൻ ബി ഓൾമോസ്റ്റ് എനിത്തിങ്, ക്യാൻ ഹിയർ ഓർ സീ. അത് നമുക്ക് എന്താ കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കും. എന്താ ലൈക്ക് ഇമേജസ്, മ്യൂസിക്, സൗണ്ട്, വീഡിയോസ്, റെക്കോർഡ്, ഫിലിം, ആനിമേഷന്, പിന്നെന്താ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മൾട്ടിമീഡിയയിലാണ് ചെയ്യുന്നത്. അത് 2 ടൈപ്സ് ഉണ്ട് ഫോർമാറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് ഫോർമാറ്റും. മൾട്ടിമീഡിയ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് വീഡിയോ എലമെന്റും മറ്റ് ഓഡിയോ എലമെന്റും. വീഡിയോ എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമേജ് കൊടുത്ത പോലെ തന്നെ ഒരു ഇമേജിൽ എങ്ങനെ നമ്മളൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പേര് കൊടുത്തിട്ട് ഇവിടെ കൊണ്ട് ആ പേര് കൊടുക്കുമല്ലേ, അതുപോലെ തന്നെ വീഡിയോയിലും നമ്മൾ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് MP4 നമ്മൾ MP4 MP3 അങ്ങനെയുള്ള ഇതിലാണ് നമ്മൾ കൊടുക്കുക. അപ്പം സോഴ്സിനകത്ത് SRCക്കകത്ത് നമ്മൾ സേവ് ചെയ്ത് അതിൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് ടൈപ്പ് ചെയ്താൽ വീഡിയോ MP4 ആണ് MP4, MP3 ആണ് MP3 അത് കൊടുക്കുക. പിന്നെ നമ്മൾ കൺട്രോൾസ് കൊടുത്താൽ മാത്രമേ ആ വീഡിയോ എന്താ വീഡിയോ ആയി റെക്കോർഡ് ആവും, അല്ലെങ്കിൽ ഇമേജ് പോലെ കിടക്കും. ആ ഒരു വീഡിയോയുടെ ഒരു ജസ്റ്റ് ഒരു ഇമേജ് നമ്മൾ അല്ലാതെ കൺട്രോൾ കൊടുത്താൽ മാത്രമേ ആ വീഡിയോയ്ക്ക് എന്താ ആക്ഷൻ, ആ വീഡിയോക്കുള്ള ആക്ഷൻസ് ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ട വിഡ്ത്തും ഹൈറ്റും കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഓഡിയോ എലമെന്റ്. ഓഡിയോ എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്ത ഓഡിയോ കൊടുക്കുന്നതാണ്. അത് ഒരു സേവ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കൊടുത്തിട്ട് സേവ് ചെയ്തതിന് ഒരു MP3 MP4 ആ ഒരു സേവ് ചെയ്തിട്ട് ചെയ്താൽ മതി. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓഡിയോ നമ്മൾ ചെയ്ത ഓഡിയോയുടെ വീഡിയോയുടെ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇത് കമന്റ് ചെയ്തിടുവാണ്. കണ്ടോ വീഡിയോ? ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോയും ഓഡിയോയും നമ്മൾ ചെയ്യുന്നത്.